നമ്മളെ വഴി ഇങ്ങനെ നടക്കാറുണ്ട്. കുറച്ചുകൂടെ നമ്മൾ നടന്നു വരുമ്പോൾ വെറും ചീള് പാറ, മുകളിൽ നിന്ന് അടർന്നു വീഴുന്ന പാറകൾ മാത്രം ഉള്ള സ്ഥലം. അവിടെ നിന്ന് ഈ ചീളായിട്ട് വീഴുന്ന പാറ. ഒരുപാട് പാറ മുകളിൽ നിന്ന് വീഴുന്നിട്ടുണ്ട്. അതാണ് ഇവിടെ മാത്രം ഇങ്ങനെ. പാറ ചീളായിട്ട് നിറയുണ്ട്. ഇവിടെ കുറേ ദൂരം ഇത് തന്നെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടന്നു പോകാനും പറ്റില്ല. പെട്ടെന്ന് നടക്കുമ്പോൾ ചെറിയ ശ്വാസം മുട്ടും. പതിയെ നടന്നു പോകാൻ പറ്റുള്ളൂ. എത്ര അപകടമെന്ന് പറഞ്ഞാലും പതിയെ പോകാൻ പറ്റുള്ളൂ. അങ്ങ് മുകളിൽ നിന്നാണ്. അങ്ങനെ 12 മണിയായപ്പോൾ പെരിയ എന്ന് പറയുന്ന സ്ഥലത്തായി. ഗ്രാമം. ഇവിടെ കുറച്ച് വീടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഇനി അടുത്തുള്ളത്. അങ്ങനെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതൊരു വലിയ തൂക്കുപാലം കാണാം. ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ തൂക്കുപാല. ഇത് സൈഡിൽ നിന്നും കൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പടിക്കെട്ടുണ്ട്. ഇവിടെ കുറേ ഹോട്ടലുകളുണ്ട്. ആൾക്കാരെല്ലാം നടന്ന് തളർന്ന് വരണതേ ഉള്ളൂ. നമുക്കിനി മുകളിലോട്ട് നടക്കാണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാമെന്ന് വെച്ചു. മുകളിലോട്ടുള്ള ഹോട്ടലിൽ പോവാം. മുകളിലത്തെ ഹോട്ടൽ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതാണ് വേറൊരു കാര്യം. അവിടെ നിന്നൊക്കെ നടന്ന് മുകളിൽ കയറി, കുറേ മുകളിൽ കയറി. ഇപ്പോൾ നമ്മൾ യാക്കർക്കയിൽ നിന്ന് വരികയാണെങ്കിൽ ഇവിടെയാണ് താമസ സൗകര്യം ഉള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ ഒരു ഹോട്ടലാണ്. ഇത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസത്തേക്ക് താമസ സൗകര്യമില്ല. പിന്നെ അങ്ങോട്ടെല്ലാം മഞ്ഞുമലയാണ്. പിന്നെ ഉള്ളത് മുത്തിനാഥിൽ പോകണം. മുത്തിനാഥ് എത്തും വരെ വേറെ താമസ സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് താമസിച്ചിട്ട് അടുത്ത ദിവസമാണ് പോകുന്നത്. നമുക്ക് എന്തായാലും മുകളിൽ പോവാം.
മുകളിലോട്ട് പോകാം. നടന്ന് ഇനി ഏറ്റവും എത്തിയില്ല. ഇവിടെ നിന്ന് അവിടുത്തെ ഹോട്ടലുകളെല്ലാം കാണാം. ഇവിടെ ഇനി താമസ സൗകര്യം കിട്ടുമെന്നുള്ളതാണ് സംശയം. അറിഞ്ഞുകൂടാത്തത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ടെൻ്റുണ്ട് കയ്യിൽ. എല്ലാവരും ബുക്ക് ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ ഇവനെ നാളെ രാവിലെ താഴെ നിന്ന് കയറേണ്ട വരും. നോക്കാം അങ്ങോട്ട്. എല്ലാവരും നേരത്തെ വന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോവുകയാണ്. ഞാനിവിടെ ഇനിയൊരു 5% ഉള്ളൂ. കയറി തീർന്നില്ല. 5% ഉള്ളൂ. കയറി തീർന്നില്ല. എല്ലാവരും നേരത്തെ വന്ന് റൂമൊക്കെ എടുത്ത് ബാഗെല്ലാം വെച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ നടക്കുകയാണ്. അങ്ങനെ ഏറ്റവും മുകളിൽ ആയിട്ടുണ്ട്. ഇനി ഹോട്ടൽ കിട്ടാനാണ് പാട്. അപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന കിടക്കുക. അപ്പോൾ നമ്മൾ നടന്നിവിടെ കയറി തുരങ്കോ ഹൈ പാസ് ക്യാമ്പ്. ഇവിടെയാണ് ഒരു ക്യാമ്പുള്ളത്. അപ്പോൾ ഈ ഹൈ പാസിലാണ് 2 മണിയായപ്പോൾ തുരങ്കോ ഹൈ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി മുത്തിനാഥിൽ നമുക്ക് താമസ സൗകര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ടീ ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹോട്ടലിൽ വന്നു. ഈ ഹോട്ടലിൽ വന്ന് ആണ് റൂം എടുത്തത്. എല്ലാത്തിനും ഭയങ്കര ചാർജാണ്. ഇപ്പോൾ അകത്തോട്ട് കയറാനില്ല, കുറച്ച് കഴിഞ്ഞ് കയറാം അകത്തോട്ട്. നമുക്കിവിടെ കുറച്ച് മുകളിലൊരു ഇതുണ്ട്. എല്ലാവരും ഹൈ പാസിൻ്റെ വ്യൂ പോയിൻ്റ് അങ്ങ് കാണുന്നതാണ് ഹൈ പാസിൻ്റെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ വന്നിട്ട് ഹോട്ടലിലോട്ട് കയറാം. നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ കണ്ട പോലത്തെ എന്താ പറയുക, കോഴി.
ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. കോഴി നിറച്ചുണ്ട്. കോഴി നിറച്ചുണ്ട്. കണ്ട് ഇത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഹോട്ടല്. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റിൽ കയറിയിട്ട് വരാം. നല്ല തണുപ്പ്. അപ്പോൾ നേരെ മുകളിലോട്ട് കിടക്കാം. ഹൈ ക്യാമ്പിൻ്റെ ഫോട്ടോ പോയിന്റിൽ ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമ്മൾ അന്നപൂർണ 1ഉം 2ഉം ഒക്കെ ഇവിടെ നിന്നാൽ കാണാം. ഏറ്റവും മുകളിലാണ്. ഇവിടെ ഹൈ ക്യാമ്പിൻ്റെ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു നമ്മൾ താമസിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിൽ വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് അന്നപൂർണയുടെ ഫുള്ള് ഒരു വ്യൂ കിട്ടുന്നത്. ഇവിടെ നല്ല നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല കാറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ ഹൈ ക്യാമ്പിൻ്റെ ഏറ്റവും മുകളിലാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ നമുക്ക് നേരെ താഴെ കാണാം. കുറച്ച് ആൾക്കാർ ഇവിടെയൊക്കെ നടന്നിങ്ങനെ വരുന്നുണ്ട്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് 4900 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നടക്കാം. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. നമ്മൾ വന്ന വഴിയെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ കാണാം. അങ്ങ് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ വഴിയെല്ലാം കാണാം. അന്നപൂർണ 1ഒക്കെ ഇപ്പോൾ നന്നായിട്ട് കാണാതാ. നമ്മളിനി നടന്ന് ഇതിൻ്റെ മറു സൈഡിലാണ് വരുന്നത്. നമുക്കിനി പോവേണ്ട വഴി ഇതാ കാണുന്നുണ്ട്. അതിലെ കറങ്ങി വരണം. നമ്മൾ ഉച്ചയ്ക്ക് കണ്ട സ്ഥലമാണ് ആ താഴെ കാണുന്നത്. ആ വലിയ തൂക്കുപാലത്തിൻ്റെ അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ഇനി താഴെ പോകണം. അപ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ടെന്ന്. ഈ ബേസ് ക്യാമ്പ് ആയതുകൊണ്ടായിരിക്കും. സ്റ്റിക്കൊന്നും വരത്തില്ല. അതുകൊണ്ട് ഈ ഇറങ്ങാനൊക്കെ വളരെ പാടാണ്. അപ്പോൾ താഴോട്ട് പോയിട്ട് നോക്കാം. അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് തീ കായാനുണ്ട്. തീ കാഞ്ഞാലേ ശരിയാവുള്ളൂ. ഇന്നലേക്ക് ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കിടപ്പുണ്ട് മഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ.
അപ്പോൾ നാളെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് മുത്തിനാദിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം.